വാർത്തകളിലേക്ക് വീണ്ടും. കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ കാലിടറി ജോസ് കെ മാണിയും കൂട്ടരും. UDF-ഉം സ്വതന്ത്രരും കരുത്ത് തെളിയിച്ചപ്പോൾ പാലായിൽ LDF-ന് നഗരസഭാ ഭരണം നഷ്ടമായി. പഞ്ചായത്തിലും തിരിച്ചടി നേരിട്ടു. എന്നാൽ CPI-യുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം UDF വിട്ട് വന്നതിന് പിന്നാലെ വലിയ മുന്നേറ്റം ജില്ലയിൽ LDF-ന് നേടാനായി. എന്നാൽ 5 വർഷത്തിനിപ്പുറം ജോസ് കെ മാണിക്കും കൂട്ടർക്കും കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. പാലാ നഗരസഭ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് വിമതരും കരുത്തു തെളിയിച്ചതോടെ LDF-ന് കേവല ഭൂരിപക്ഷം നേടാനായില്ല. എന്നാൽ തോൽവിയുടെ ആഴം പരിശോധിക്കുമ്പോൾ LDF-ലെ മറ്റ് മുന്നണികൾക്കേറ്റത്ര പരിക്കുകൾ തങ്ങൾക്കേറ്റിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കാം. എന്നാൽ മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. കേരള കോൺഗ്രസ് ഒറ്റ നിലപാടുള്ളൂ, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിനകത്ത് വിജയവും പരാജയവും ഉണ്ടാവും. ആ വിജയം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടേത്, പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പുറത്ത്. അങ്ങനെ പറയാൻ പറ്റില്ല. ജോസഫ് ഗ്രൂപ്പിന്റെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് ആശ്വാസമുണ്ട്. ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റിനെ തോൽപ്പിച്ചതും പഞ്ചായത്തുകളിലെ മേൽക്കൈയും ജോസ് ഉയർത്തിക്കാട്ടും. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് നിരന്തരം നേതാക്കൾ ക്ഷണിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ ക്ഷണം ഇനിയും ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ മറുപടി? കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.